ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഴയാണ് ബിങ്കോള്. ഇതിന്റെ നല്ല ഹൈറ്റ് വയ്ക്കും. ഇത് 22 അടി ഹൈറ്റ് പോകുന്ന പ്ലാന്റ് ആണ്. പക്ഷെ ഇതേ കണ്ടോ, നമ്മുടെ സാധാരണ വാഴകളൊക്കെ നല്ല ഹൈറ്റ് പോകുമ്പോൾ അത് ഒടിയാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട്. പക്ഷെ ഇതിനങ്ങനെ ഇല്ല, ഇതെല്ലാം മരം പോലെ നിൽക്കുന്നുണ്ട്. വാഴ തടയുടെ വലിപ്പം അനുസരിച്ചിട്ട് അതിന്റെ കൊലയ്ക്ക് വലിപ്പം ഇല്ല കേട്ടോ. കാച്ചു. പിന്നെ ഇത് മരുന്നിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിണ്ടി ലോങ് ആൻഡ് 4 സീസൺ. കുരു മീഡിയം സൈസ് വലിപ്പം, നല്ല ഫ്ലഷ് ഉണ്ട്. നമുക്ക് ഓൾ സീസൺ ആയിട്ട് ഫ്രൂട്ട് കിട്ടും. എപ്പോഴും ഉണ്ടാവും ഇതില്. ദേ ഇതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇതിന്റെ മധുരം ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ വന്ന് കഴിച്ചു നോക്കി വാങ്ങിക്കാം. ഇത് ഗ്രീൻ നാംഡോക്മൈ. ഇത് ഗോൾഡ്. ഇല്ല നല്ല വലിപ്പം വരും. ഇതിപ്പോ പാകമായിട്ടില്ല. നല്ല ഗോൾഡ് ഒക്കെ നമുക്ക് ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ടിലൊക്കെ ഡ്രമ്മിലും പ്ലാന്റ് ചെയ്യാം, അതുപോലെ തന്നെ മണ്ണിലും. ഫ്രണ്ട് പോർഷനിലൊക്കെ ഇതുപോലെ നീളത്തിൽ കിടക്കണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. നല്ല ടേസ്റ്റ്, ആരും മോശം പറയില്ല. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ തേൻ മധുരമാണ്. നമുക്കിങ്ങനെ പിടിച്ചിട്ട് പിഴിയുമ്പോൾ നല്ല ജ്യൂസായിട്ട് കിട്ടും. നമുക്കിത് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാം, എന്നാലും കൊണ്ടു കയറില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിലും ഇത് വച്ചു പിടിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. ചാർവി റെഡ് ഇത് ഇവിടെ വന്നിട്ട് കഴിച്ചു. ഇത് നല്ല പഴുക്കാനായിട്ട് അങ്ങ് വിടാതെ പറിക്കുവാണെങ്കിൽ നല്ല ക്രിസ്പിയാണ്, കുരുവും കുറവാണ്. നന്നായിട്ട് കായ പിടിച്ചു കിട്ടും. നല്ല വലിപ്പം വെക്കുന്നുണ്ട് കേട്ടോ. വീന സൂപ്പർ അർലി നിറച്ച് കാച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കുറെയൊക്കെ കളയണം. ഇതിന്റെ തൈകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതിന്റെ ചെറിയ തൈകൾ തൊട്ടുണ്ട് 60 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 മാസം കൊണ്ട് തന്നെ കായ്ക്കും. പക്ഷെ അന്നേരം കായ പിടിപ്പിക്കരുത്. തണ്ടിന് നല്ല വലിപ്പം വന്നിട്ടാണ് കായ പിടിപ്പിച്ചു തുടങ്ങാവുള്ളൂ. ഇത് പിന്നെ ചുങ്കപ്പുരക്കൂഴയാണ്. കുഴച്ചക്ക വറുക്കാൻ നല്ല ചക്കയാ. കുഴച്ചക്കയാണ് വറുക്കുമ്പോൾ കൂടുതലും ടേസ്റ്റ് വന്നത്. അത് വീട്ടിന സൂപ്പർ അർലിയ. ഇവിടെ നമ്മൾ നേരത്തെ മണ്ണിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഗ്രോ ബാഗിലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രമ്മിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ മാവുകളാണ് കൂടുതലും. ഇവിടെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഒരു 6000 വരെയുള്ള പ്ലാന്റുകൾ, വലിയ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. എല്ലാം കാച്ച പ്ലാന്റുകളാണ്. ആ സൈഡിൽ വീന സൂപ്പർ അർലി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ ഫാബ്? ഫാബ് എന്ന് പറഞ്ഞ വെറൈറ്റി. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ജാതി ഉണ്ടോ? ജാതി. ഇതിന്റെ പത്രിക്ക് നല്ല കനാണ്, അതുപോലെ തന്നെ കായ്ക്കും നല്ല കനാണ്. പിന്നെ മഴത്തുള്ളി പോലെ കിടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതൊക്കെ ചന്ദ്രക്കാരമാവുകളാണ്. കൊല കുത്തി കായ്ക്കും. നമ്മള് മാമ്പഴപ്പുളിശ്ശേരിക്കും കണ്ണിമാങ്ങ അച്ചാറിനൊക്കെ യൂസ് ചെയ്യണ മാങ്ങയാണ് ചന്ദ്രക്കാരൻ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഇതൊക്കെ വേപ്പിന്റെ, ഇത് ചെമ്പകത്തിന്റെ, പിന്നെ ആര്യവേപ്പ്, നെല്ലി. നിങ്ങളിപ്പോ ഇത്രയും വലിയ ചെടികളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന വണ്ടി ഉണ്ടല്ലേ? ഉണ്ട്. നമുക്കിപ്പം സപ്ലൈ ഉണ്ട്, ഓൾ കേരള സപ്ലൈ ഉണ്ട്. ഇപ്പൊ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇതാണ് മൾബറി, പാകിസ്ഥാൻ മൾബറി. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണല്ലേ? അതെ. ഇവിടെ കായുണ്ട്. നിങ്ങൾ ആ വലിയ മദർ പ്ലാന്റ് വന്ന് അല്ലല്ല ബഡ് ചെയ്യുന്നതെല്ലാം. നമ്മളിപ്പോ ബഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റിന്റെയും ബഡിങ് ചെയ്യുന്നുണ്ട്. ബഡിങ്ങിൽ ഇറങ്ങി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇത് 450 റേഞ്ച് വരുന്നതാ. 450 തൊട്ട് ഒരു 800 വരെയുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് നെല്ലിട്ടാ. നെല്ലി. ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ? എത്ര വെറൈറ്റീസ്? മാവിന്റെ ഒരു 80 മേലെ വെറൈറ്റി ഉണ്ട്. അതിൽ നാടൻ മാവുകളുണ്ട്. ചേലൻ, അങ്ങനെ കുറെ വെറൈറ്റിയിൽ നാടൻ മാത്രം ഉണ്ട്. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇത് വെരിഗേറ്റഡ് ചാമ്പയാണ്. വെരിഗേറ്റഡ് ചാമ്പ നിറച്ച് കൊലകുത്തി കാച്ചെടുക്കും. ഇത് ടേസ്റ്റ് ഒക്കെ മറ്റേ ചാമ്പയുടെ മാതിരി തന്നെയാണോ? അതുപോലെ തന്നെയാ. ഓവർ മധുരം എന്ന് പറയാനല്ല, മീഡിയം സൈസ് മധുരം. പക്ഷെ എല്ലാം നല്ല ഭംഗിയാ കിടക്കണ കാണാനായിട്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ നിറയെ കാച്ചുണ്ടല്ലേ? ഇത് വലയിട്ടുണ്ടല്ലേ? വലയിട്ടിട്ടുണ്ട്. ഇതിന്റെ തൈകളുണ്ടോ? തൈകളുണ്ട്. നിങ്ങൾ ഹോൾസെയിലും കൂടെ തുടങ്ങിയില്ലേ? ഹോൾസെയിലും തുടങ്ങി. അപ്പൊ പോകുന്നുണ്ടോ? പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടോ? ചെടികൾ പോകുന്നുണ്ട്, ബൾക്കായിട്ട് പോകുന്നുണ്ട്. നാംഡോക്മൈ കാച്ച മാവ്. ഇത് നാംഡോക്മൈ കാച്ച മാവാ. അതെ. ഇത് ഗ്രീൻ ആണല്ലേ? തായ്ലൻഡിന്റെ നമ്പർ 1 മാങ്ങ. നല്ല ടേസ്റ്റ്, ബ്ലേഡ് മാരത്തുള്ള സീഡ് അല്ലേ? ഒട്ടും ഫൈബർ ഇല്ല, നല്ല മധുരം. അതുപോലെ ഇതെല്ലാം കാട്ടിമേൻ, അങ്ങോട്ട് കാലാപ്പാടി, പിന്നെ റെഡ് പാമർ, വലിയ പ്ലാന്റുകള്. പിന്നെ വരുന്നത് ഇങ്ങോട്ട് മൾഗോവയൊക്കെ കാച്ചെടുക്കുന്നുണ്ട് അവിടെ. മൾഗോവയുണ്ട്. ഇതൊക്കെ നാംഡോക്മൈയുടെ പ്ലാന്റുകളാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ പ്ലാന്റ് തന്നെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇല്ല വേറെ പ്ലാന്റ് ഇതിൽ സെറ്റ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ട ഫാബിന്റെ വലിയ മദർ പ്ലാന്റ്സ് ആണ്.
ഇത് ചെറിയ തൈകളുണ്ട് കേട്ടോ ഇവിടെ. കൊമേഴ്സ്യലായിട്ടൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ അല്ലേ? പത്രിക നന്നായിട്ട് കിട്ടും. പത്രിക നല്ല കനമുണ്ട്. ഇത് അവക്കാഡോ നമ്മൾ തന്നെ ചെയ്യുന്ന വെറൈറ്റിയുടെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. അവക്കാഡോ നമ്മൾ അല്ലാതെ സെയിൽ ചെയ്യുന്നില്ല, നമ്മൾ തന്നെ ബഡ് ചെയ്ത് അങ്ങനെ സെയിൽ ചെയ്യുന്നതാ. പിന്നെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ട് ഇങ്ങോട്ട്. പിന്നെ സീറ്റ് ലൂബിയുടെ വലിയ പ്ലാന്റുകളുണ്ട്. സീറ്റ് ലൂബിയുടെ ഇത് ഏതാ? ഐശ്വര്യാണോ? ഇത് ഐശ്വര്യ ലൂബിയ. അതായത് വലിയ കായ വരണാണോ? വലിയ കായ വരണ, നെല്ലിക്കയുടെ വലിപ്പമുള്ള കായ വരണേ, അത്യാവശ്യം കായ പിടിക്കണേ, അങ്ങനത്തെ വെറൈറ്റിയാണ് ഇത് ഐശ്വര്യ ലൂബി. ഓ ശരി. ഇതിന്റെ തൈകൾ ഒരുപാട് നേരത്തെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കണ്ടായിരുന്നു. ലെയറാണ് അത് തൈകൾ? അല്ല, ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാ. എത്ര എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ഒരു 1200 ഒക്കെ വരും. 1200, 500 അങ്ങനെ പല റേഞ്ചിന്റെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് മറ്റേ E35 കാച്ച് തിരിപ്പുണ്ട് കേട്ടോ. അതായത് റംബുട്ടാൻ നമ്മുടെ മഞ്ഞ നല്ല മധുരം ഉള്ളത്. ഇതൊക്കെ അതാണോ? ഇതെല്ലാം അതാ അങ്ങോട്ടുണ്ട്. ഓ വലിയ തൈകൾ. പിന്നെ എവിആർക്കിന്റെ വലിയ പ്ലാന്റുകൾ, അച്ചാച്ചെറു അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ മഞ്ഞ റംബുട്ടാനൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് കാച്ചതാണെങ്കിൽ 1200 ആ ഒരു റേഞ്ച് ആയിരിക്കും. പിന്നെ 1000ന്റെ ഉണ്ട് കേട്ടോ ചെറുതിൽ കായ്ക്കണത്. അങ്ങനെ അത് വലിപ്പം അനുസരിച്ചാണ് റേറ്റ് വരണത്. ഇത് ഇതല്ല ദുരിയാനല്ലേ? ദുരിയാൻ. പിന്നെ മറ്റേ കടപ്ലാവിന്റെ വലിയ പ്ലാന്റുകളുണ്ട്. ഇത് ബഡാണ്? ബഡാ. ശരി. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? 3 വർഷം കൊണ്ട് കായ്ക്കും. 3 വർഷം കൊണ്ട് നമ്മുടെ അടുത്ത് കാച്ചു കിട്ടിയേക്കണത് അതൊക്കെ. ഇതൊക്കെ പിന്നെ വലിയ വലിയ മാവിന്റെ തൈകളാണ്. അത് മിയാസാക്കി ഉണ്ട്. പിന്നെ ഇതൊരു ബബ്ലൂസ് ആണ് കേട്ടോ. ഫാബ് കായ്ച്ചെടുക്കണ നല്ല ഭംഗിയുണ്ട് അല്ലേ? കുഞ്ഞു തൈ എത്ര കായണെന്ന് നോക്കിയതമ്മ. ജാതിക്ക കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ബബ്ലൂസിന്റെ തൈയാണ് കേട്ടോ. ഈ ബബ്ലൂസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മറ്റേ ഒരു റെഡ് കളറാണ് ഉള്ളില്. പിന്നെ നമ്മുടെ മറ്റേ ബബ്ലൂസ് പോലെ ആ ഒരു മക്ക് ഫീൽ ചെയ്യുന്നില്ല, നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു ബബ്ലൂസാണ്. ഇതെങ്ങനെ റേഞ്ച് വരുന്ന പ്രൈസ്? ഇതിന് ചെറിയ റേറ്റ് 350 വരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? അത് ചെറിയ പ്ലാന്റ് തന്നെ കാച്ചിരിക്കുന്നതുണ്ട്. ലെയർ തൈയാ ഫുള്ള്. അപ്പോൾ അതനുസരിച്ച് കായ്ക്കുന്നുണ്ട്. പിന്നെ മണ്ണിലേക്ക് വെക്കുമ്പോൾ ഏത് പ്ലാന്റും ഒന്ന് കായ്ക്കാൻ താമസം എടുക്കുമല്ലോ, ഒരു വർഷം ഗ്യാപ്പിൽ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇത് കാലാപ്പാടി അല്ലേ? കാലാപ്പാടി ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കണം. ഇതൊരു 2 വെറൈറ്റി ഉണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് റോസും ഉണ്ട്, കാലാപ്പാടിയും ഉണ്ട്. അത് രണ്ടും കൂടി. ഇതൊക്കെ ഫുള്ള് മാവുകളാണ് അതിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് എടുക്കണത് നല്ലതല്ലേ? അത് റോങ്റിയാൻ റംബൂട്ടാൻ. പിന്നെ ഇത് ജയിലർ മാവാണിത്. ശരി ശരി. നന്നായിട്ട് കായ പിടിച്ചെടുക്കും. നല്ല മാങ്ങയാണത്. ഇതൊരു നാടൻ മാങ്ങയാണ് കേട്ടോ. അതല്ലേ? ഇങ്ങനത്തെ മാവുകളൊന്നും കാണാനില്ലല്ലോ ഇപ്പൊ. ഇത് NIT റംബൂട്ടാനാണ്. ഇത് വീന സൂപ്പർലിയുടെ പ്ലാന്റുകളാണ്. അതിൽ അങ്ങോട്ട് ചക്കയൊക്കെ ആയി കിടക്കുന്ന പ്ലാന്റുകളുണ്ട്. ഇതെന്താ ഓറഞ്ച് ആണത്? അത് മറ്റേ തായ് ലെമൺ, തായ് മാർക്കറ്റ് ലെമൺ. അത് കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലോസി ഇത് വരുന്ന അല്ലേ? നമുക്ക് പിഴിഞ്ഞു കുടിക്കാം. അത് പാകിസ്ഥാൻ ലെമൺ. ഇതാണ് തായ് ലെമൺ. മിക്സ് ചെയ്ത് വെച്ചേക്കാം. മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. അതിന്റെ ഒരുവിധം വലിയ പ്ലാന്റ് ആണല്ലോ. ഇതിലൊക്കെ പൂ നിറച്ച് പിടിച്ചു കിടക്കുന്നുണ്ട്. ഇത് ചെറുതിലേ തൊട്ട് നന്നായിട്ട് കാച്ചു തുടങ്ങും. അതല്ലേ? പിന്നെ ഇവിടെ സീഡ്ലെസ് ലെമണും ഉണ്ട് കേട്ടോ. സീഡ്ലെസ് ലെമൺ, ലെമണിന്റെ കുറേ വെറൈറ്റീസ്. അത് മുസംബി ഉണ്ട്. അതെവിടെ? ഇത് മുസംബിയാ. മുസംബി നമ്മുടെ നാട്ടിൽ കായ്ക്കും? കായ്ക്കും. മുസംബി ഇവിടെ കാച്ചു കിടക്കുന്നുണ്ട് നിറച്ച്. ഇത് വിയറ്റ്നാം മാൾട്ടയാ. ശരി ശരി. വിയറ്റ്നാം മാൾട്ടയുണ്ട്, ബാരിവൺ മാൾട്ടയുണ്ട്. ഇത് റെഡ് ഡയമണ്ട് ആണോ പേരാ? റെഡ് ഡയമണ്ട്. അതിന്റെ വലിയ പ്ലാന്റുകളുണ്ട് കൊടുക്കാണ്ടല്ലേ? റെഡ് ഡയമണ്ട് എത്ര സ്റ്റാർട്ടിങ്? 250. ഇതൊക്കെ റെഡ് ഡയമണ്ട് ആണോ? അല്ല, ഇത് തായ് പിങ്ക്. 150 സ്റ്റാർട്ടിങ്. പിന്നെ ഇത് വിയറ്റ്നാം മാൾട്ട ഓറഞ്ചാ. അത് കായ്ച്ചിട്ടുണ്ടല്ലേ? അത് കായ്ച്ചിട്ടുണ്ട്. ഇതും നല്ല ഓറഞ്ച് അല്ലേ? നല്ല ഓറഞ്ചാ. അധികം പഴുക്കാൻ വിടരുത്, മീഡിയം സൈസിൽ പറിക്കണം. പിന്നെ മറ്റേ ഡാങ്സൂരിയുടെ തൈകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് സീഡ്ലെസ് ജാക്ക്. സീഡ്ലെസ് ജാക്ക് കായ്ച്ചല്ലോ ഇവിടെ. കായ്ച്ച ഇവിടെ കണ്ടല്ലോ കേട്ടോ. ഇതിന്റെ തൈകളുണ്ട് ഇവിടെ? തൈകളുണ്ട്. ചെറിയ തൈയുണ്ട്, വലിയ തൈയുണ്ട്. പക്ഷേ സമയം എടുക്കൂലേ? സമയം ഒരു 5 വർഷം എന്തായാലും എടുക്കും. നമുക്കിപ്പോ ഒരു 6-7 വർഷമൊക്കെ ആയിട്ടാ കാച്ചു കിട്ടിയത്. ഇത് കിങ് കോങ് എന്ന് പറഞ്ഞിട്ടുള്ള ചാമ്പയാണ് കേട്ടോ. വലിയ ചാമ്പക ഉണ്ടായി, പഴുത്തില്ല, അതിന് മുമ്പ് ചാടിപ്പോയി. ഇതിന്റെ തൈകളുണ്ട്. റെഡ് ലേഡി പപ്പായ, ഇതിന്റെ എല്ലാം തൈകളുണ്ട്. കാണിക്കണതിന്റെ ഒക്കെ മിക്കവാറും തൈകളുണ്ട്. ഇത് പഴുത്തുന്നോട് അല്ലേ? പഴുത്തു. പറിക്കാറല്ല? പറിക്കാം. അതെ, ഇപ്പൊ തന്നെ അങ്ങോട്ട് പറിക്കുന്നു.
ഇതിന്റെ നീളമുള്ളത് കൊണ്ട് ഇതാണ് നമ്മളിപ്പോ ഈ ഫ്രൂട്ട്സ് കടയിൽ വരുന്ന പപ്പായ ഇതാണ് റെഡ് ലേഡി. റെഡ് ലേഡി ഇതാ നല്ല പപ്പായ ഉണ്ടാ കണ്ടമാനം വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് മറ്റേ ഇതുണ്ട് സോണിയ കർപ്പൂരമൊക്കെ കാച്ചെടുക്കുന്നുണ്ട്. സോണിയ എന്ന് വെച്ചാൽ മറ്റേ ഇതല്ലേ നാട്ടുമാവല്ലേ അത്? അത് ഓൾ സീസൺ ആയിട്ടുണ്ടാവും. അത് ശരി, കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മാങ്ങയുടെ സീസൺ അല്ലാത്തപ്പോഴും കായ ഉണ്ടാവും. ഓ, നല്ല കൊലകൊലയായിട്ടുണ്ടാവും അല്ലേ സോണിയ. ഇതും നമുക്ക് ഡ്രമ്മിലൊക്കെ വീടുകളിൽ വെക്കാൻ പറ്റിയ മാവാണ്. നല്ല ബുഷായിട്ട് നിന്നോളും. അതിൽ നമുക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇതോ ഈ മാവോ? ഇത് കർപ്പൂരം, കൊല്ലംകാരുടെ മാങ്ങയാണ്. ഇത് പറിച്ചു വെച്ച് പഠിപ്പിക്കണതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ, ടേസ്റ്റ് കിട്ടാനായിട്ട്. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് കുറ്റിക്കുരുമുളക് ഇതുപോലെ ഉണ്ടായി കിടക്ക്. ഇത് നമ്മൾ കുറ്റിക്കുരുമുളകാണ് കേട്ടോ. ഇതിങ്ങനെ ബുഷായിട്ട് ഇതിന്റെ തൈകൾ കണ്ടല്ലോ. ഇതിന്റെ തൈകളുണ്ട്. ഇത് നല്ല ലെങ്ത്തിൽ ഉണ്ടാവുന്ന കൈരളി വെറൈറ്റി. അത് ഇത് ഡാങ്സൂര്യയുടെ പ്ലാവുകൾ ഇവിടുന്ന് കുറച്ചിപ്പോ കയറി പോയതാണ്. അടുത്തിങ്ങോട്ട് ഇത് ചോൺസ. ഇതാണ് ഞാൻ അവിടെ ഡ്രമ്മിൽ കാച്ചു കിടക്കണ പറഞ്ഞ ചോൺസയുടെ ഈ മാവാണ്. കാച്ചു കിടക്കുന്നുണ്ട്. നല്ല മാങ്ങയാണ്, നല്ല വലിപ്പം വരും. 850 ഗ്രാമൊക്കെ വരും ഒരു മാവങ്ങ. അതുപോലെ ഉണ്ടാവും. ഇല്ല, മാൾഗോവിയൊക്കെ കവറിൽ കാച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ കാച്ചേക്കണതാ. ഇത് ഒരു 700 റേഞ്ച് ഒക്കെയാ. 700-800 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട്. കടവണ്ണ അനുസരിച്ച് റേറ്റ് വ്യത്യാസം തന്നെ. നല്ല മഴയുടെ ഒരു ലക്ഷണമുണ്ട്. ഇവിടെ ഇന്നലെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് മഴയായിരുന്നു. ഇന്നലെ ഞങ്ങൾ ക്ലീൻ ചെയ്തു ആ ഒരു സമയം. നല്ല മഴ. ഇത് ഒരു കരുനാരകാണ്, നിറച്ചുണ്ടായിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ്. കയ്പില്ല. നമുക്ക് അച്ചാറിടുമ്പോ ചില നാരങ്ങയ്ക്ക് കയ്പ് വരുമല്ലോ, ഇതിനതില്ല. നന്നായിട്ട് അങ്ങോട്ടൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് സീഡ്ലെസ് ലെമൺ ആണ്. സീഡ്ലെസ് ലെമൺ മണ്ണിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്. കായ്ക്കും. ഇതിൽ നിന്ന് തന്നെ എടുക്കുന്നതാ. ഇതിന്റെ അടിയിലൊക്കെ കായ കിടക്കുന്നുണ്ട്. ഇതുണ്ടോ? പിന്നെ ഇവിടെ എങ്ങാണ്ടൊരു കൊലയുണ്ട്. കൊല അതെ, ഇതിന്റെ ഉൾഭാഗത്തുണ്ട്. നല്ല വലിപ്പം വരും. ഇവിടെ നമുക്ക് അബിയു ഒരിടത്ത് വച്ചിരിക്കുന്നുണ്ട് ഗ്രോ ബാഗില്. ഇവിടെ കാച്ച അബിയു ഉണ്ട്. ഇതൊക്കെ അല്ല, പക്ഷെ ഇവിടെ കായുണ്ട്. ഇതുണ്ടോ? ഇത് മാത്രമല്ല, ഇത് റൗണ്ട് അല്ല, നീളത്തിലുള്ള ഒരു അബിയാണ്. ഇത് മറ്റേത് നിപ്പിളാണിത്. അത് കാച്ചത് അത് വലിപ്പം അനുസരിച്ചാണ്. ഇപ്പൊ തണ്ടിന് വലിപ്പം ഇല്ലാത്തതാണെങ്കിൽ റേറ്റ് 800 ഒക്കെയാണ് കാച്ചത്, അല്ലെങ്കിൽ 1200 റേറ്റ് വരും. പിന്നെ വലിയ പ്ലാന്റ് 300 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇത് J33. ഇതൊക്കെ ഒരു 800 റേറ്റ് വരണതാണ്. J33 ഉണ്ട്. ഇതിൽ ചെമ്പരത്തി വരിക്കുണ്ട്, പിന്നെ വീന സൂപ്പർ എർലി ഉണ്ട്, തേൻ വരിക്കുണ്ട്. പിന്നെ ഈ സൈഡ് കമ്പോഡിയനാ. ഇനി അങ്ങോട്ട് ഇവിടെയൊക്കെ റെഡ് ലെമൺ, അങ്ങനത്തെ സുർക്കാഗുവ. ഇത് മാലില ടെന്നീസ് ബോൾ. മാലില ടെന്നീസ് ബോൾ ചെറി. പിന്നെ സ്പ്രിംഗ് ഗുവ, അങ്ങനെ മൾബറി, അങ്ങനെ അങ്ങോട്ട്. ഇതൊക്കെ പ്ലാവുകളും പിന്നെ കുരുമുളകൊക്കെയാണ്. ഇത് മറ്റേ റെഡ് ഇല്ലേ, വിയറ്റ്നാമിന്റെ റെഡ്, അതാണിത്. ഇത് എത്ര റേറ്റ്? അത് 800. ഇത് അമ്പഴം. അമ്പഴം ഇതുപോലെ ഒരു ചെറിയ ഡ്രമ്മിൽ വെച്ചാൽ നിറച്ചിങ്ങനെ ബുഷായിട്ട് നിൽക്കും. എപ്പോഴും കായ ഉണ്ടാവും. ഇത് നമുക്ക് മറ്റേ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ യൂസ് ചെയ്യാം. പിന്നെ ഫ്രഷ് ലൈം അടിക്കുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചിട്ട് ആ നാരങ്ങ ചുമ്മാ കട്ട് ചെയ്ത് ഇട്ടടിച്ചാൽ ആ നാരങ്ങയുടെ ഫ്ലേവറും കൂടി കയറി വരുമ്പോൾ നല്ല ടേസ്റ്റ്. ആ തൊണ്ടിന്റെ ഫ്ലേവറും കൂടി കയറി വരുമ്പോൾ. ഇനി നമുക്ക് ഈ ഗാർഡന്റെ ഫ്രണ്ട് സൈഡിലോട്ടോ. ഫ്രണ്ട് ഇതുവരെ കണ്ടല്ലോ അല്ലേ? ഇല്ല. നമ്മുടെ ഗാർഡന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ. ഇവിടെ ഡ്രമ്മിൽ നാംഡോക്മായി കാച്ചെടുക്കുന്നുണ്ട്. പിന്നെ കാലാപ്പാടി, നാംഡോക്കിയുടെ തന്നെ ഗ്രീൻ. പിന്നെ ഇത് നമ്മുടെ കോക്കനട്ട്, സ്വീറ്റ് കോക്കനട്ട് ആയിരുന്നു. ഇത് വലിയ മാങ്ങ കാച്ചതാണ്. ആ മഴയത്ത് മൊത്തം പോയി. അതുപോലെ ആർട്ടിറ്റും കാച്ചതായിരുന്നു, അതും പോയി. ഇന്ത്യൻ മൊസമ്പി. ഇത് കാച്ചതാണ് കേട്ടോ ഇന്ത്യൻ മൊസമ്പി.
ഇരഹള്ളി എന്താ അറിയോ ഹീരഹള്ളി ഡാർക്ക് അതിന്റെ പ്ലാന്റും ഉണ്ട് കേട്ടോ, ചെറിയ പ്ലാന്റ് കൊടുക്കാനുണ്ട്. ഇത് പറഞ്ഞത് ഇത് കാലാപ്പടി. കാലാപ്പടി ഇത് നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ മാങ്ങയാണ്. കാലാപ്പടി 3 സീസണിൽ കായ്ക്കും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇത് ഏതാ ഈ റംബുട്ടാൻ? ഇത് E35 ആണോ? ഇതിന്റെ തൈ 350 സ്റ്റാർട്ട് ചെയ്യണേ. മഞ്ഞ കളർ കേട്ടോ, നല്ല മധുരമുള്ള തേന്മാരിത്ത റംബുട്ടാനത്. കായം കൊടുക്കണ്ടോ അവിടെ, സീസൺ ആയി കഴിഞ്ഞാൽ കായ കിലോ കണക്കിന് കൊടുക്കണ്ടോ? ഇത് കോട്ടൂർക്കോണം. അഭിപ്രായം? കോട്ടൂർക്കോണം നല്ല അഭിപ്രായമാണ്, നന്നായിട്ടുണ്ടാവുമല്ലോ. ചെറുതിൽ തന്നെ കായ തുടങ്ങും, മീഡിയം സൈസ് വലിപ്പം വയ്ക്കും. ഇത് പിന്നെ ചാമ്പയുടെ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് ഗ്രീൻ കളർ ചാമ്പയാണ്. ഇതിനൊരു കരിമ്പിന്റെ മധുരം ഉണ്ട് ഈ ചാമ്പങ്ങയ്ക്ക്. അല്ലാതെ ഗ്രീനിന്റെ ഒരു വേറൊരു ചാമ്പ നമ്മുടെ അടുത്തുണ്ട്, അതിങ്ങനെ പൊങ്ങു പോലെയാ, ഒരു ടേസ്റ്റ് ഇല്ലാതെ. നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ്. അതുപോലെ ഇത് ഹൈ റേഞ്ച് ഫ്ലോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മുടെ ഉമ്മർ പോലെ തന്നെ വലിപ്പത്തിൽ ഉണ്ടാവും കേട്ടോ ഇതിന്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് റൂബി റെഡ് ആണ്. റൂബി റെഡ് ഈ പ്രാവശ്യം നിറച്ച് കാച്ചിട്ടുണ്ട്. ശരിക്കും മറ്റേ ദിൽഹരിയോട് സാദൃശ്യമുണ്ട്, പക്ഷെ ദിൽഹരിനേക്കാളും കട്ടിയുണ്ട് പുറത്തിന്. ടേസ്റ്റ് നല്ലതാ. കറക്റ്റ് ആയിട്ടില്ല, എന്നാലും ഒരെണ്ണം പറിച്ച് നോക്കാം. നല്ല മെറൂൺ ഷെയ്ഡ് ആവും കേട്ടോ ഇത്. ഇത് ഒന്നുകൂടെ നല്ല മെറൂൺ ആവും അല്ലേ? ടേസ്റ്റ് നല്ല മധുരം. എനിക്ക് തോന്നുന്നു ഡൽഹരിനേക്കാളും നല്ല ആമ്പഴം തോന്നുന്നു അല്ലേ? പക്ഷെ ഉള്ള് പൊങ്ങ് പോലെയാട്ടോ. അതല്ല, അങ്ങനെയല്ല, ഉള്ളിൽ കുരുണ്ട്. പൊങ്ങ് പോലെ ഉള്ളിൽ കുരുണ്ട്. നമുക്ക് സെപ്പറേറ്റിങ് ആ കുരു മാറ്റി കഴിയുമ്പോൾ നല്ല ക്രിസ്പി, അങ്ങനെയാ. നല്ല മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ദിൽഹരി. ഇത് വേറൊരു സാധാ ചാമ്പ. ഇത് നമ്മൾ മൾട്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഓരോ വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പം ഇത് ബാരിഫോർ കാട്ടിമനും ഒരെണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോട്ടൂർക്കോണോ മിയാസാക്കി അങ്ങനെ 2-3 വെറൈറ്റികൾ ഒരു മാവില്ല അങ്ങനെ ചെയ്തിരിക്കണേ. ഇത് ലൂബി വിസ്പറിങ് നല്ല വലുപ്പത്തിലുണ്ടാവും. വിസ്പറിങ് ലൂബി നല്ല കൊലകുത്തി ഉണ്ടാവും, നീണ്ട് നല്ല ഇപ്പൊ ഉള്ള വലിപ്പം നോക്കണ്ട കേട്ടോ. നല്ല നമ്മുടെ സാധാരണ വലിപ്പമുള്ള ഇതിനേക്കാളും വലിപ്പം കൂടുതലാണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരം. വളങ്ങളുണ്ട് കേട്ടോ നമുക്ക്. കോഴിവളം ഉണ്ട്, ചാണാപ്പൊടി ഉണ്ട്, ആട്ടുംകാട്ടം ഉണ്ട്, അതുപോലെ മറ്റേ എല്ലുപൊടി, അതെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ ഇത് ചെയ്യണവർ തന്നെ ഓർഡർ ചെയ്യും നമ്മളോട്. പ്ലാന്റ് ഓർഡർ ചെയ്യണവർ തന്നെ അയച്ചു കൊടുക്കും. വന്ന് കളക്ട് ചെയ്യുന്നവരും ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യും. അതുപോലെ ഇത് തായ്ജമ്പോടെ പ്ലാന്റ് ആണ്. ഇല്ല, പറിക്കാറായില്ല. നല്ല വലിയ കായാട്ടാ, നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. നല്ല സപ്പോർട്ട്, നല്ല സപ്പോർട്ട്, നല്ല ടേസ്റ്റാ. ആരും മോശം പറയില്ല ഇത് കഴിച്ചിട്ട്. സപ്പോർട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് തന്നെ ഇഷ്ടപ്പെടും. ഇത് നിങ്ങളുടെ അടുത്തുള്ള തൈകള് ക്രാഫ്റ്റ് തൈകളാ? ഗ്രാഫ്റ്റാ. ഇതൊക്കെ സ്ട്രോബെറി യെല്ലോയുടെ തൈയാണ്. ഇത് തായ്ജമ്പോടെ തന്നെയാണ്. അതുപോലെ ഇത് സാവന ചെറിയുടെയാണ്. പിന്നെ ഇത് നാസിക് പസന്ത മാവ്. ഇത് പുളിയാണെന്നോണല്ലേ? പുളിയാണ്. ഒരു ഇതുണ്ടാവും. ഇല കണ്ടാൽ നമുക്ക് ചിലപ്പോൾ കാലാപ്പാടിയോടെ ഒക്കെ ചിലപ്പോൾ തോന്നും സാദൃശ്യം, പക്ഷേ പഴുക്കാൻ സമയം എടുക്കുന്നുണ്ട്. പഴുക്കാൻ സമയം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അബിയുടെ വലിയ പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ ഞാവലുണ്ടാവും, വൈറ്റ് ഞാവലാണ്, നിറച്ചുണ്ടാവും. ഇത് നമ്മുടെ വീട്ടിനാ സൂപ്പർ അർലി. ഇതിലൊക്കെ ഇപ്പോൾ കുറേ ചക്കകളൊക്കെ പറിച്ചു കേട്ടോ, എന്നിട്ടാണ് ഇത് ഇവിടെയൊക്കെ ഞെട്ടിന്ന് പറിച്ചതാണ്. എല്ലാത്തിനും വലിപ്പില്ലാന്നില്ല, ഓവറായിട്ട് പിടിക്കുമ്പോഴാണ് വലിപ്പക്കുറവ് വരണേ. കരിയിലയുടെ മേലെ വെച്ചേക്കണേ. ഇനി ഇങ്ങോട്ട് അവിടെ മട്ടോബയുടെ തൈകളുണ്ട് കുറച്ച്. പിന്നെ മറ്റേ അത്തി, അങ്ങനെ ഒലോസോപ്പോ, അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ. പിന്നെ ഇതൊക്കെ മറ്റേ സ്ട്രോബെറി ഗുവയുടെ വലിയ പ്ലാന്റുകളാണ്, യെല്ലോ സ്ട്രോബെറി ഗുവയുടെ. പിന്നെ മാങ്കോസ്റ്റിൻ
ഇത് നമ്മുടെ സീസർ റംബൂട്ടാനാണ് കേട്ടോ. അതിൻ്റെ ചുവട്ടിലായിട്ടാണ് മാങ്കോസ്റ്റീൻ പ്ലാന്റ് ചെയ്തേക്കണത്. കാരണം അതിന് വെയിലൊട്ടും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് ഇതൊക്കെ നമ്മൾ മണ്ണിൽ പ്ലാന്റ് ചെയ്തേക്കണ മാവുകൾ. അത് ജഹാംഗീറുണ്ട്, ഗുദാദത്തുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റികൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. റംബൂട്ടാൻ സീസർ വലിപ്പുള്ള കായ അല്ലേ? വലിപ്പുള്ള കായ. പിന്നെ ഇവിടെ അത് കവറിലുള്ള മറ്റേ സപ്പോട്ട, തായ്ജമ്പോ. പിന്നെ അങ്ങോട്ട് അബിയുന്റെ വലിയ പ്ലാന്റുകൾ. അബിയുന്റെ വലിയ തൈകളൊക്കെ എന്തുണ്ട്? ഇതൊക്കെ 400 സ്റ്റാർട്ട് ചെയ്യണതാ. ഇത് ചേലൻ, ഉളൂര്, കുറ്റ്യാട്ടൂര് അങ്ങനത്തെ നാട്ടുമാവുകളുണ്ട്. അത് ഗുദാദത്ത്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാ ഗുദാദത്ത്. നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലം, ഗ്രൂമിച്ചാമ. പറിക്കാറായി. ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റുള്ള പ്ലം ആണ് കേട്ടോ. പ്ലമ്മിന്റെ അതേ ടേസ്റ്റ്. ഇത് ഓർണമെന്റലും ആണ്. കഴിക്കാം. കുരു ഉണ്ട് അതിന്റെ ഉള്ളില്. കൊള്ളാം. അലിഞ്ഞു പോയി. അത് വായല് കട്ടിയില്ലേ? ഈ വലിപ്പത്തിലുള്ള ഒരു കുരു ഉണ്ടാവും. ഇവിടെയൊക്കെ കാഴ്ചക്കുണ്ടോ? നന്നായിട്ടുണ്ടാവും ഇതാണോ? നിക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാ. ഡ്രമ്മിലൊക്കെ ഇതിന്റെ ഉള്ളിൽ പഴുത്ത് കിടക്കുന്നുണ്ട്. അതാണ് കറക്റ്റ് പാകം. ആ കളറ് ബ്ലാക്ക് ഇവിടെയൊക്കെ ഉണ്ട്. ഇതിന്റെ തൈകളെ എന്താ വില? ഇത് 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ പ്ലാന്റിൽ. ഇതിന്റെ ലെയർ കുറവാ, സീഡാണ് കൂടുതലും. പിന്നെ ഗ്രാഫ്റ്റ് വരുന്നുണ്ട്. ഇവിടെ മാവുകളാണ്. ഇതെന്താ ഈ ചെടി? ഇത് കെസൂസു എന്ന് പറഞ്ഞ പ്ലാന്റ്. കായ്ച്ചോടെ കണ്ടിട്ടുള്ളത്. നല്ല വലിപ്പം വരുന്നോ അല്ലേ? വലിപ്പം വരും. പിന്നെ ആദ്യമായിട്ട് കായ്ക്കണേട്ടോ നമുക്ക്. അതുകൊണ്ട് കൃത്യം ഇതിന്റെ റിവ്യൂ അറിയില്ല. പിന്നെ ഞാവലൊക്കെ നമുക്ക് കായ്ക്കുന്നുണ്ട് നിറച്ച്. ഇപ്പൊ നമ്മുടെ അടുത്തല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കസ്റ്റമറുടെ അടുത്താണെങ്കിലും നിറച്ച് കായ്ക്കുന്നുണ്ട്. ഇത് വൈറ്റ് ആണത്? ഇത് വൈറ്റ്. ഇത് പിന്നെ റെഡ് ഡയമണ്ട് പേരാ. ഇത് റെഡ് ഡയമണ്ടിന്റെ പ്ലാന്റാ. ഇത് ജെയിൻ ഡൈവറി. ജെയിൻ ഡൈവറി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് നിറച്ച് കാച്ചതായിരുന്നു. അതിന് നല്ല മറ്റേ ഒരു 12 ഇഞ്ച് ലെങ്ത് ഒക്കെ വന്നിട്ട് ഒരു പ്ലേറ്റ് കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് ലെങ്ത് വന്നത്. ഇപ്രാവശ്യം മഴ വന്നപ്പോൾ ചാടിപ്പോയി. ഇതാണ് റെയിൻ ഫോറസ്റ്റ് ഗുവ. അവിടെ പ്ലാന്റ് കാണിച്ചില്ലായിരുന്നോ? അതിന്റെ ഫ്രൂട്ട്. പിന്നെ ഇതൊരു അവക്കാഡോ. ഇതാണ് നമ്മള് പാമ്പാക്കോട് സൈഡിൽ കാച്ചു എന്ന് പറഞ്ഞത്. ഇതിന്റെ ഒരു ഇത് വയലറ്റ് കളർ, ഒരു ഗ്രേപ്പ് കളറാണ് ഇതിന്റെ പുറത്ത്. ഇത് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നല്ല ചെയ്യുന്നത്. ഇത് കാച്ചില്ല, കാച്ച പ്ലാന്റിൽ നിന്നാണ് ചെയ്യുന്നത്. ഇത് ജാവ ജാമു എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്രാവശ്യം പൂത്തതാ. അറിയില്ല കൃത്യം. ഇത് സിന്ദൂരം. നിറച്ച് കൊലയായിട്ടുണ്ടാവും. നല്ല മാവാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഗോലക്ക് നമ്മൾ അവിടെ കണ്ടിരുന്നു. അതുപോലെ ഇതുപോലെയാണ് നമ്മൾ പച്ചക്കറി നടന്നത്. ഈ പ്ലാന്റിന്റെ ചോട്ടിൽ നടും. അപ്പൊ അതിന്റെ വളം പച്ചക്കറിക്ക് ഇടും. ഇതിപ്പോ തണ്ണിമത്തന്റെ ഉണ്ടായി കിടക്കണേ. ഇത് മറ്റേ കിരൺ. ആയില്ല. ഇനി ഇവിടെ ഇത് ഹിമാപസന്ത്. ഇതൊക്കെ മറ്റേ ഇതാണ്ടോ നമ്മുടെ പർപ്പിളാണിത്. അതില് ക്യൂ സാമ്രാട്ടാണ് ഇത്. അതൊക്കെ ഈ പ്രാവശ്യം പൂ പിടിച്ചായിരുന്നു, പക്ഷെ നിന്നില്ല. പർപ്പിള് 2 എണ്ണത്തിൽ പൂ പിടിച്ചായിരുന്നു, അത് പിടിച്ചിട്ടില്ല. ഇതൊക്കെ മുസംബികളുടെ വെറൈറ്റികളാ. അത് കാച്ചതും ഉണ്ട് കേട്ടോ. ഇത് ഹിമാപസന്ത്. ഹിമാപസന്ത് നല്ല മാങ്ങിയാ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാച്ചായിരുന്നു. ഒരു 1.5-2 കിലോയുടെ അടുത്ത് തൂക്കം വരും. കവറിട്ട് സൂക്ഷിക്കണം. പിന്നെ നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്, നല്ല വലുപ്പം വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് മൊത്തം നാരകം, ഓറഞ്ച്, അതിന്റെ വെറൈറ്റികളാ. ഇന്ത്യൻ മുസംബിയൊക്കെ അല്ലേ? ഇതൊക്കെ ഒരു റേറ്റ് ഒക്കെ എത്രയാണ് ഒരു ഉദ്ദേശം? അത് 1000-1500 ആ ഒരു റേഞ്ച് വരുന്നത്. പോട്ടിലൊക്കെ ആണെങ്കിൽ 1500 വരും ചിലപ്പോൾ. ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ 1000 വെക്കും.
പൂട്ടതും കായ്ച്ചതൊക്കെ ഉണ്ട് ഇവിടെ. അതിന്റെ താഴത്തേക്കും വരുന്നതുണ്ട് കേട്ടോ, കടവണ്ണ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇത് മാവില് ചോൺസയാണ് കേട്ടോ. ചോൺസ ഒരു 850 ഗ്രാമൊക്കെ വെയിറ്റ് തന്നെ മാങ്ങയാണ്. അതെ, നല്ല വെയിറ്റിലുണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും കവറിട്ട് മൂടണം അല്ലേ? കവറിട്ട് മൂടണം, അല്ലെങ്കിൽ കായ്ച്ച പ്രശ്നമാക്കും. നല്ല മധുരമുള്ള മാങ്ങ? നല്ല മധുരമുള്ള മാങ്ങ. ചോൺസ് ഇപ്പം നമ്മുടെ അഭിപ്രായത്തിലല്ല, ഇവിടെ തന്നെ കസ്റ്റമർ തന്നെ പറയാറുണ്ട്. ഇപ്പൊ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ, അവര് അല്ല പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവരൊക്കെ വരുമ്പോൾ പറയാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാങ്ങ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് റെഡ് ഡ്രാഗൺ കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, മറ്റേ മിയാസാക്കിയുടെ ഒരു കളറ് വരുന്നുണ്ട്. അതുപോലെ ഇത് തായ്വസ്ത എന്ന് പറഞ്ഞ മാവാണ്. പഴത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലും പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ബുഷായിട്ട് ഒരു ബോൺസായി ഷേപ്പിൽ നിൽക്കും പ്ലാന്റ്. പച്ചക്ക് യൂസ് ചെയ്യാൻ നന്നായിട്ട്. പഴുത്ത ഓവർ ടേസ്റ്റ് പറയാനില്ല. മീഡിയം സൈസ് വലിപ്പം ഉണ്ടാവുന്നത് കായ്ക്ക്. കൊല കിടക്കുന്നുണ്ട് അങ്ങോട്ട് ഉള്ളിലേക്കും. പിന്നെ ഈ സൈഡിൽ ലോങ്ങന്റെ കുറച്ച് വെറൈറ്റീസാണ് ഉള്ളത്. ഇത്രയല്ല, ഇത് കൊറേയൊക്കെ പറിച്ചതാ. ഇത് സീഡ്ലെസ്, ലോങ്ങിന്റെ സീഡ്ലെസ് ആണ്. ഇത് കാച്ചിട്ടില്ല കേട്ടോ. അതുപോലെ ചൈനീസ്, അതും കാച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ ജബോട്ടിക്കാബയുടെ കാച്ച പ്ലാന്റുകളാണ് കേട്ടോ. പല റേഞ്ചിലുള്ള, അത് 5000 3000 അങ്ങനെ റേറ്റ് വരുന്നതാ. ഇത് ബ്ലാക്ക് ലോങ്ങൻ. പൂത്തിട്ടേ ഉള്ളൂ, നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആദ്യമായിട്ട് പൂക്കണതാ. ഇത് അതുപോലെ പിങ് പോങ്. പിങ് പോങ്ങിന് ഇത് കായ കറക്റ്റ് ആയിട്ടില്ല, എന്നാലും പറിച്ചു നോക്കാം. പച്ചയാട്ടോ അത്, ആയിട്ടില്ല. റെഡിഷ് കളർ വരും, നിറച്ച് കായ്ക്കും. ഇത് അതുപോലെ ഡയമണ്ട് റിവർ. ഇത് സീസണിലാണ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ് കേട്ടോ. ആയി. ഇത് മഴയത്ത് ഒന്ന് ചെരിഞ്ഞായിരുന്നു, അതിന്റെ ഒരു ക്ഷീണം പ്ലാന്റിന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒന്ന് മഴ പെയ്തപ്പം പതുക്കെ ഒന്ന് ചെരിഞ്ഞു ചോട്. ഇവിടെ കൂടുതലും സിന്ദൂരത്തിൻ്റെ ഒക്കെ വലിയ പ്ലാന്റുകൾ, ബനാനയുടെ, കല്ലുകെട്ടിയുടെ, കുളമ്പിൻ്റെ ഒക്കെ വലിയ പ്ലാന്റുകളായിരിക്കുന്നത്. പിന്നെ മൂവാണ്ടൻ്റെ ഉണ്ട്. മൂവാണ്ടൻ കാച്ച പ്ലാന്റ് ആണെങ്കിൽ 800,000 ആ ഒരു റേഞ്ചാണ് വരുന്നത് കാച്ച പ്ലാന്റ്. ബാക്കി അതിലേക്ക് താഴെ വരുന്നത്. ഇത് സിംഗപ്പൂർ വരിക്കയാണ് കേട്ടോ, പ്ലാവ്. അതുപോലെ ഇത് ലേഡീസ് ഫിംഗർ ബനാനയാണ് കേട്ടോ. ലേഡീസ് ഫിംഗർ ഷുഗറുകാർക്കും കഴിക്കാം ഈ പഴം. ഇത് പഴത്തിൽ വ്യത്യാസമുണ്ടോ? വെറൈറ്റി ആണത്. പഴം നമ്മുടെ സാധാരണ ചെറുപഴം പോലെ തന്നെ ഇരിക്കും, ഞാലിപ്പൂവിൻ്റെ ഒക്കെ ഷേപ്പിലിരിക്കും. നമ്മുടെ നാട്ടില് ലേഡീസ് ഫിംഗർ എന്ന് അറിയപ്പെടുന്നത് കാവേരിയാണ്. ഇത് കാവേരി അല്ല കേട്ടോ, ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞ വാഴ. പിന്നെ ഇങ്ങോട്ട് ഇത് റംബൂട്ടാൻ്റെ യെല്ലോയുടെ സീസറാണ് കേട്ടോ. യെല്ലോയുടെ വലിപ്പം കൂടിയ വെറൈറ്റി എന്ന് പറഞ്ഞത് ഇത് N18 പോലെ ഇരിക്കും. യെല്ലോ കളറാണ്, N8 ഉള്ള് N18 പോലെ ഇരിക്കും. കുരു അടന്ന് പോരാൻ പാകത്തിന്. തൈകളുണ്ട്. നല്ല വലിപ്പം വയ്ക്കും. N18 പോലെ വലിപ്പം വയ്ക്കും ഇതിന്. ഇത് തായ്ലൂബിയാണ്. ഇത് ഉള്ളിൽ കാച്ചി കിടക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ പ്ലാന്റുകൾ, കുളമ്പിൻ്റെ ഒക്കെ വലിയ പ്ലാന്റുകളാണ്. കുളമ്പ്, ഹണി ഡ്യൂ, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് ഇതിൽ കേട്ടോ. പിന്നെ അത് മോർഗാഡിയൻ്റെ ഒരു തൈ അവിടെ പ്ലാന്റ് ചെയ്തേക്കണത്, ആ ചെറുത് റംബുട്ടാൻ്റെ തന്നെ യെല്ലോയുടെ റൗണ്ട് ഷേപ്പിലുള്ളത്. പിന്നെ ഇവിടെ ഇത് പ്രൈഹാൻഡ് എന്ന് പറഞ്ഞ വാഴയാണ്. പ്രൈഹാൻഡ് നമ്മുടെ കൈ കൂപ്പണ ആ ഒരു ഷേപ്പിലുണ്ടാകും. നല്ല ഒരു ഫിലിപ്പിയൻ വെറൈറ്റി ആണ് കേട്ടോ പ്രൈഹാൻഡ്. ഇത് നമുക്ക് ഞാലിപ്പൂവിൻ്റെ ഏത്തപ്പഴത്തിൻ്റെയും കൂടി ഒരു മിക്സ് ടേസ്റ്റ് അതിന് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് അല്ലേ? നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. ഇതിന്റെ കൊല നല്ല വലിപ്പം വയ്ക്കും. ഇതിപ്പോ വെയിലൊക്കെ ആയിട്ടൊരു വാട്ടം വന്നിട്ടുണ്ട്, അതാ. ഇത് ചുപ്പ ചുപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ടാണ്. കാച്ചില്ല, ഇത് 8 വർഷം എടുക്കും കായ്ക്കാനായിട്ട്. ഇത് കാട്ടിമേൽ എന്ന് പറഞ്ഞ മാങ്ങയാ. ഇത് പക്ഷേ ഈ വാഴയുടെ ചോല കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം കാട്ടിമേലിൽ കായ കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞു 1-2 പറിച്ചതാണ്, അത്ര ഉണ്ടായുള്ളൂ. അപ്പോൾ ഇനി പറയാനുള്ളത്, നിങ്ങളെ സ്ഥലം ഒന്നും കൂടെ പറഞ്ഞേക്കും ഡയറക്റ്റ് വരുന്നവർക്ക്.
നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ പായിപ്രയാണ്. അത് വെച്ചാൽ പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കായിട്ട് വരും. നമ്മുടെ ഫാമിൻ്റെ പേര് സ്നേഹ ഓർഗാനിക് ഫാം എന്നാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഇട്ട് തരുന്നതാണ്. പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പെറ്റ്സിൻ്റെ വണ്ടിയിൽ അഴിക്കുന്നുണ്ട്, കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ വേണമെങ്കിലും നമ്മൾ പ്ലാന്റ് എത്തിച്ചു തരും. ഏകദേശം ഒരു 10-250 മേലെ വെറൈറ്റീസ് ഉണ്ടല്ലോ ഇപ്പോൾ. മാവുകൾ തന്നെ ഉണ്ടല്ലോ 250 അല്ല, അതിലും കൂടുതലുണ്ട്. ഒരു ഇത് ഇവിടെ വന്നാലേ കാഴ്ച പ്ലാന്റുകളൊക്കെ നമുക്ക് കാണാം, എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡ്രോബാക്കുകൾ അറിയാം ഓരോന്നിൻ്റെ. നമ്മൾ ചെയ്തിട്ടുള്ള കാരണം അറിയാൻ പറ്റും.